പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുമസിനായി ഒരുങ്ങുന്ന ആഗമനകാലത്തെ ഈ 5-ാം ദിവസം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനത്തിൻ്റെ വസന്തം വിരിയിക്കേണ്ട സമയമാണ്. ലോകം അശാന്തിയിലും യുദ്ധങ്ങളിലും ഉഴലുമ്പോൾ കർത്താവായ യേശു വാഗ്ദാനം ചെയ്ത സമാധാനം നമുക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നാം തിരിച്ചറിയണം. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് യോഹന്നാൻ 14:27 നാം വായിക്കുന്നു. ഈ സമാധാനം ലൗകികമായ ഒന്നല്ല, മറിച്ച് ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൽ നിന്നും അവിടുത്തെ കൃപയിൽ നിന്നും ഉത്ഭവിക്കുന്ന ആന്തരികമായ ശാന്തതയാണ്. ദ പീസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യെശയ്യായുടെ പ്രവചനത്തിൽ സമാധാനത്തിൻ്റെ രാജാവായ മിശിഹായുടെ ജനനത്തെക്കുറിച്ച് നാം വായിക്കുന്നു. അവിടുന്ന് നമ്മുടെ പാപങ്ങളുടെ മുള്ളുകൾ നീക്കി ഹൃദയത്തിൽ സമാധാനത്തിൻ്റെ പൂന്തോട്ടം ഒരുക്കാൻ വരുന്നു. മാനസാന്തരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ വസന്തത്തെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. നമ്മിലെ വിദ്വേഷങ്ങളും വെറുപ്പും പിണക്കങ്ങളും വെടിഞ്ഞ് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും വിത്തുകൾ പാകാം. സഹോദര സഹോദരി, ക്രിസ്തുവിൻ്റെ 2-ാം വരവിനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനത്തിൻ്റെ സാക്ഷ്യമാകട്ടെ. ഈ ആഗമനകാലം സമാധാനത്തിൻ്റെ നിറവിൽ ജീവിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ഒരവസരമായി നാം കാണണം. അങ്ങനെ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിലൂടെ നമ്മുടെ ഭവനങ്ങളും സമൂഹവും സമാധാനത്തിൻ്റെ യഥാർത്ഥ വസന്തമായി മാറട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കട്ടെ.